സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാമെൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കുറുപ്പം റോഡ് തൃശ്ശൂർ ഡ്രീംസ് കോളേജിലാണ്. അതായത് ഇവിടെ ക്രിയേറ്റീവായിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കോളേജാണ്. കുട്ടികളൊക്കെ റെഡിയായിരിക്കുകയാണ്, ഫാക്കൽറ്റീസ് റെഡിയായിരിക്കുകയാണ്. ഒരു ഗംഭീര പെർഫോമൻസാണ് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. കമോൺ. കല്യാണരാമൻ, ദിലീപ്, ലാലു അലക്സ്, നവ്യ നായർ, ഒരു താരനിര തന്നെയായിരുന്നു അതിൽ. ഒന്നാം തരമായിട്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ച ഒരു മൂവിയാണ്. ആ മൂവിയിലെ ഒരു കിടിലൻ ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരതിനെ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. തമ്പിസാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ കഴിച്ചില്ല. ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പില്ല പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണരാമൻ നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കിടത്താൻ നീയുടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചു കിടത്തിയിട്ടുണ്ട്, പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. ഡ്രീംസ് കോളേജ് ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിലാണ് നിൽക്കുന്നത്. നല്ല കിടുക്കാച്ചി കുട്ടികളാണ്. ഇപ്പോൾ തുടക്കം തന്നെ ഒരാളെ അങ്ങോട്ട് ഞാൻ വിളിക്കാൻ പോകുന്നു. മൈക്കിൾ ജാക്സൺ. മൈക്കിളില്ല, ജാക്സൺ. വരൂ ജാക്സൺ. ഹായ് ജാക്സൺ. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ഞാൻ അവിടെ ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ടിങ്. എത്ര നാളത്തെ കോഴ്സാണ്? എൻ്റെ കഴിയാറായി, ഇനി മെയിൽ കൂടിയുള്ളൂ. സീനിയർ ആണോ? സീനിയർ. റെഡി, ആക്ഷൻ. അതെ, തമ്പി സാർ പലവട്ടം പറഞ്ഞതാ ഞാൻ ഈ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞു. സദ്യക്ക് ലക്ഷ്മിക്കുട്ടി ഈ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാ പാവ അദ്ദേഹം കഴിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തുന്ന കോൺട്രാക്ട് അതുണ്ട്, അത് വരണല്ലോ ആ ഡയലോഗ്. അതെ, പെണ്ണിന്റെ അച്ഛനോ മണവാളൻ ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്, പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം വേണമെങ്കിലും ഞങ്ങൾ എടുക്കും. ഒരു കൊച്ചിന്റെ ജനനും, അതിന്റെ 28ഉം, ബർത്ത്ഡേ പാർട്ടിയും, വിവാഹ നിശ്ചയവും, വിവാഹ വാർഷികവും, വെള്ളമടി പാർട്ടിയും, വെള്ളമടിച്ച് കണ്ണുപോയ അതിന്റെ പാർട്ടിയും, 16 അടിയന്തരവും, പിന്നെ ശ്രാദ്ധവും, അങ്ങനെ പലതും ഞങ്ങൾ ഇവിടെ ഏറ്റെടുക്കും. അതാണ് കല്യാണരാമൻ. ഒരു മനുഷ്യായുസിന്റെ എല്ലാ പരിപാടികളും ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. അവന്റെ ശുഷ്കാന്തി കണ്ടമല്ലയാ. വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുസ്കാന്തി നോക്കുന്നത്? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ? നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. പേരെന്താണ്? ശ്രീലക്ഷ്മി. ഇത്ര പേടിയൊന്നും വേണ്ട, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. എവിടെയാണ് ശ്രീലക്ഷ്മി സ്ഥലം? ചെറുതുരുത്തി. അപ്പം ആക്ഷൻ. അതെ, തമ്പി സാറ് പലവട്ടം പറഞ്ഞതാ. പിന്നെ കല്യാണത്തിന് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കഴിച്ചത്. ആണോ? അപ്പോൾ നിങ്ങൾ ഈ പെണ്ണിന്റെ അച്ഛനെയൊക്കെ കുളിപ്പിച്ച് കിടത്താനുള്ള കോൺട്രാക്ട് എടുക്കുന്നുണ്ടോ? പെണ്ണിന്റെ അച്ഛനോ മണവാളനെ വരെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ആണോ? ഭയങ്കര. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം ഏറ്റെടുക്കുമ്പോളെ ഒരു കുഞ്ഞിന്റെ ജനനം, 18 അല്ല 28. എത്ര വയസ്സ്? 65 വയസ്സുള്ള മോളാ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, വിവാഹ വാർഷികം, വിവാഹ നിശ്ചയം, ബർത്ത്ഡേ പാർട്ടി. വിവാഹ വാർഷികം കഴിഞ്ഞിട്ടാണോ വിവാഹ നിശ്ചയം? അങ്ങനെ വരൂ. ആദ്യം എന്താണ് വരുന്നത്? ബർത്ത്ഡേ പാർട്ടി, വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളം അടിച്ച് കണ്ണടിച്ച് അതിന്റെ പാർട്ടി. വെള്ളം അടിച്ച് കറണ്ട് അടിച്ചാലോ? കണ്ണടിച്ചതിന്റെ പാർട്ടി. കണ്ണടിച്ചാലോ? കണ്ണടിച്ച് പോയാ അതിന്റെ പാർട്ടി.
16 അടിയന്തരം. 16, 18, 28. 16 അടിയന്തരം. ഇങ്ങനെ സാധനം ഉണ്ടല്ലോ, മെയിൻ സാധനം, അതാണ് നമുക്ക് വേണ്ടത്. ശ്രാന്തം. എന്താണ് ശ്രാന്തം? ഇല്ല, തെറ്റ്. ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ശാർദം. ശാന്തം. എന്നിട്ട് അല്ല, അത് വാക്ക് ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ പൈസ നീ ഏത് കാക്കയാണ് വിളിച്ചു വരുത്തുന്നത്? നീ ഏത് കാക്കയാണ് നീ വിളിച്ചു വരുത്തുന്നത്? ശ്രാദ്ധം. അങ്ങനെ അല്ലല്ലോ. പറഞ്ഞു കൊടുക്ക. ഓ, എന്റെ പൊന്നോ. 3, 4. ഓ, അടിപൊളി. ഒരു മനുഷ്യായുസ് മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. അതൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, തലയാട്ടുന്ന കല്യാണരാമൻ. അടിപൊളി. എന്താണ് പേര്? ആര്യനന്ദ. നാട് എവിടെയാണ്? പള്ളിമൂല. ആക്ഷൻ. അതെ, തമ്പി സാറ് പലവട്ടം പറഞ്ഞതാ. കരയോ? പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്, ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാ. അതെ, തമ്പി സാറ് പലവട്ടം പറഞ്ഞ. പിന്നെ ഈ സദ്യക്ക് പായസം വിളമ്പൂലെന്ന് പറഞ്ഞപ്പോഴാ ആള് കഴിച്ചത്. പാവ ആള് കഴിച്ചത്. ആണോ? അപ്പൊ നിങ്ങൾ പെണ്ണിന്റെ അച്ഛനെ നിങ്ങളെ കുടിപ്പിച്ച് കിടത്തുന്ന കോൺട്രാക്ട് എടുത്തത്? പെണ്ണിന്റെ അച്ഛനും മണവാളച്ചക്കനെ വരെ നമ്മൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെയാണ് പെണ്ണിന്റെ അച്ഛൻ. എന്റെ പൊന്നോ, വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? പറ. ഒരു കുഞ്ഞിന്റെ ജനനം, അത് അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. ഒരു മനുഷ്യായുസും മൊത്തമുള്ള കോൺട്രാക്ട് എടുക്കും ഈ കല്യാണരാമൻ. ഇത്ര പഠിച്ചിട്ടാണോ ചെയ്യാത്തത്? ഓക്കെ, ശരി. യെസ്, പേരെന്താണ്? നിരഞ്ജൻ. നിരഞ്ജൻ. എവിടെയാണ് അത്? മലപ്പുറം. ഇവിടെ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇവിടെ ഗ്രാഫിക് ഡിസൈൻ ആനിമേഷൻ. ഓക്കെ, റെഡി, ആക്ഷൻ. അത് തമ്പി സാർ പലവട്ടം വേണ്ടെന്ന് പറഞ്ഞാ. പിന്നെ സദ്യക്ക് പായസം വിളമ്പിലെന്ന് പറയുമ്പോൾ അദ്ദേഹം കഴിച്ചത്. പാവം അദ്ദേഹം കഴിച്ചത്. അപ്പൊ നിങ്ങൾ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് എടുത്തത് കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനോ? അതിന് അച്ഛനെ വരെ കുടിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അല്ല അച്ഛൻ. എന്താണ് പെണ്ണിന്റെ അച്ഛനോ? നിന്റെ അച്ഛനെ വരെ എന്തോടാ പറയുന്നത്? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പെണ്ണിന്റെ അച്ഛനോ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏതായിട്ട് എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, അതിന്റെ ബർത്ത്ഡേ പാർട്ടി, വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയ അതിന്റെ പാർട്ടി. കണ്ണടിച്ചു പോവോ? ഇത് ബാറ്ററിയോ ഊച്ചനട്ടയോട്ട് മാറ്റിയതല്ല, പകരം മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ, സാത്തുക്കുടി, ഓറഞ്ച്. 16 അടിയന്തരം, 16 അടിയന്തരം, ശ്രാദ്ധം. 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 കൈ വിട്ടണം. ഒരു മനുഷ്യായുസിന്റെ എല്ലാ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. എന്താ പേര്? വരദ. വരദ. എവിടെയാ നാട്? കുട്ടനല്ലൂര്. ഓക്കെ. വരദ ഇവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഫാഷൻ ഡിസൈനിങ്. നൈസ്. വരദ മനോഹരമായി പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ പാട്ടിൽ നമുക്ക് തുടങ്ങാം. कैसे बताए क्यों तुझको शाह है यारा बता ना पाए बातें दिलों की देखो जबा की आंखें तुझे समझ आए तू जाने ना तू जाने ना तू जाने ना तू जाने ना. തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലേ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പാവം അദ്ദേഹം കുറച്ചെങ്കിലും കഴിച്ചത്. അപ്പോൾ പെണ്ണിന്റെ അച്ഛനെ നിങ്ങൾ കുടിപ്പിച്ച് കൊടുത്ത കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ?
പെണ്ണിന്റെ അച്ഛൻ മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിലാക്കി, പിന്നെയാണ് പെണ്ണിന്റെ അച്ഛൻ കിടപ്പിലാക്കി, പിന്നെയാണ് പെണ്ണിന്റെ കുഞ്ഞിന്റെ അച്ഛൻ അല്ല പെണ്ണിന്റെ അച്ഛൻ. എനിക്ക് അപ്പനെ അടിക്കാൻ മുടിയുമോ മുടിയാതാ? എനിക്ക് അപ്പന്റെ ആക്ടിങ് അറിയില്ല. ഇവിടെ വേറെ ഐറ്റം ഉണ്ട് മോളെ. അതേതാണ് എനിക്കൊന്നും അറിയണം, ഏതാണ് പറയൂ. അല്ല ഇത് ഇവിടെ വേറെ ഐറ്റം ഉണ്ട് മോളെ. അല്ലേ എന്തൊക്കെയുണ്ട്? സുഖം. കുഞ്ഞിന്റെ ബർത്ത്ഡേ, ശ്രാദ്ധം, ഈ ബർത്ത്ഡേക്ക് മുന്നേ കുഞ്ഞ് ജനിക്കണ്ടേ? ജന്മദിവസം. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ശ്രാദ്ധം, എന്ത് വിവാഹ വാർഷികം. ഇല്ല, എല്ലാം തെറ്റി. ഒന്ന് വരട്ടെ. വിവാഹം, ജന്മം അല്ല, ആരത് വിവാഹ ജന്മം? ആരത്? അല്ല, ജന്മദിനം. ആരത്? ബർത്ത്ഡേ. ആഞ്ജനേയ സ്വാമി ശരണമയ്യപ്പ. ആരത്? പെണ്ണിന്റെ അച്ഛന്റെ ബർത്ത്ഡേ. പെണ്ണിന്റെ അച്ഛന്റെ ബർത്ത്ഡേ അല്ല. അയ്യേ ചമ്മിപ്പോയേ. പെണ്ണിന്റെ അല്ല, കുഞ്ഞിന്റെ അച്ഛന്റെ. കുഞ്ഞിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്, കറക്റ്റ് ആയിരിക്കും. കുഞ്ഞിന്റെ ബർത്ത്ഡേ, ശ്രാദ്ധം, വിവാഹ വാർഷികം. കുഞ്ഞിന്റെ ശ്രാദ്ധോ? എന്റെ ടക്കിടുവ കണ്ടിട്ടുണ്ടോ? കുഞ്ഞി ടക്കിടുവ കാണണോ? ടക്കിടുവ കൊണ്ടുവിടാ. ഒരു കുട്ടിയുടെ ജനനം, ഒരു കുട്ടിയുടെ വിവാഹ വാർഷികം, ബർത്ത്ഡേ പാർട്ടി, പിന്നെ കുട്ടി കള്ളു കുടിച്ച്. ഓക്കെ. എന്നിട്ട് കഴിഞ്ഞു. അത് കഴിയല്ല, കുഞ്ഞൊക്കെ കണ്ടുപിടിച്ചാൽ പിന്നെ കഴിയാതിരിക്കത്തില്ലല്ലോ. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒന്നേങ്ങോ കുഞ്ഞിന്റെ ജനനം തൊട്ടുവാ. കുഞ്ഞിന്റെ ജന്മദിനം. ജനനം വേണ്ടേ? അതാണ് ബർത്ത്ഡേ. ജനനം, കുഞ്ഞിന്റെ ജനനം, കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി, കുഞ്ഞിന്റെ നൂലുകെട്ട്, അങ്ങനെ എന്തോ ഇല്ലേ അവിടെ. നിന്റെ വല്ലതും ഉണ്ടാടാ? എന്റെ ഇപ്പൊ അറിഞ്ഞാണോണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? 28. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണോ 28 വരുന്നത്? ആണോ? കുഞ്ഞ് ജനിച്ച് 28 ദിവസം ആകുമ്പോഴാണോ 28 വരുന്നത്? ശരി. 28 ജന്മം, 28 ബർത്ത്ഡേ, കുഞ്ഞിന്റെ 28 ബർത്ത്ഡേ. 28 ബർത്ത്ഡേ. കുഞ്ഞ് ജനിച്ചോടനെ 28 ബർത്ത്ഡേ അവർ ആഘോഷിച്ചോളയും. പിന്നെ വിവാഹ വാർഷികം കുഞ്ഞിന്റെ വലുതാവുമ്പോ. അപ്പൊ വേറെ കുറെ കാര്യങ്ങളില്ലേ വിവാഹത്തിലേക്ക് വരാനുള്ള? പിന്നെന്താ മറന്നുപോയി, അതുകൊണ്ട് ഡയറക്റ്റ് ആയി പോയതാ. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ. നിശ്ചയം, വിവാഹം, പിന്നെ ശ്രാദ്ധം. വിവാഹം കഴിഞ്ഞ ഉടനെ ശരിക്കും അങ്ങനെ ആവുകയാണല്ലേ? അല്ലല്ല, പിന്നെ വിവാഹം കഴിഞ്ഞു. ഉള്ളതങ്ങ് പറയുക, അങ്ങനെ പറയല്ലേ. എന്താ അത് പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. കള്ളുടിച്ച് പെണ്ണിൻ ആ കുട്ടി. ഏത് കുട്ടി? ജനിച്ച കുട്ടി ഇരുന്ന് കള്ളു കുടിക്കുന്നു. എന്നിട്ട് വേസ്റ്റ് ഗ്ലാസ്സാ, വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി, കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. അതിന് വെള്ളടി കണ്ണ് എഴുതിയോ നോക്കട്ടെ? വെള്ളടിച്ച് കണ്ണ് കാണാണ്ടായി. വെള്ളം അടിച്ച് കണ്ണ് കാണാൻ പറ്റിയില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്നേ? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവാ. കാക്കയുടെ സൗണ്ട് ഇട്ടേ നോട്ട്. അയ്യോ, റെഡി? കേട്ടോളൂ. ഉണ്ടല്ലോ മക്കളെ? എനിക്കറിയില്ല അങ്ങനെ. അയ്യോ, അതാണ് മെയിൻ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ശ്രദ്ധിച്ച് കേട്ടോണേ. എക്കോ ഇട്ട് പിടിച്ചോ കേട്ടോ, അത് നല്ല സാധനം. അല്ല, അവർ എക്കോ ഇട്ടോളും. ശരി, റെഡി, ആക്ഷൻ. ഇതിനാണ് ഇത്ര ബിൽഡപ്പ് വന്ന കാക്കാന്ന് പറയാൻ വേണ്ടി. അയ്യോ, കാക്കയ്ക്ക് കൊടുക്കുന്നില്ല, ഞാൻ വീട്ടിൽ കൊടുക്കും. വീട്ടിൽ 2 ലവ് ബേർഡ്സ് ഉണ്ട്, അതിന് കൊടുക്കാം. ഇല്ല, വരും, അത് വരും.
കാക്ക. അയ്യോ ബടാ ബിൽഡപ്പ് ആയിരുന്നല്ലേ. എന്നിട്ട് ചെരവിട്ടതാ ചെറുത് അല്ല കൊരവിട്ടതാ. കഴിഞ്ഞു. അല്ല അത് കഴിഞ്ഞ് അയ്യോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു. അതിനൊരു അതെന്താണ് അതിന് പറയുന്ന ശ്രാദ്ധം. ശ്രാദ്ധം. ശ്രാദ്ധം ആ ശ്രാദ്ധം. ആ കഴിഞ്ഞു. അല്ല ലാസ്റ്റ് ഡയലോഗ് ഉണ്ട്, കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ ഒരു കല്യാണ രാമൻ. മനുഷ്യ ആയുസിന്റെ മുഴുവൻ കോൺട്രാക്ട് മൊത്തം ഏറ്റെടുക്കും. ആ ആരാ ആരാ കല്യാണരാമൻ. അത് തലയാകണം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ ആണ്ടോ കല്യാണരാമൻ എന്ന് പറയുന്ന സാധനമില്ല. കല്യാണരാമൻ. എന്താടാ ഒരു ഇളക്കം? എന്താ ഇളകി കൂടെ? എന്താണ് പേര്? ആൽഫി. അൽഫി. നൈസ് നെയിം. എവിടെയാണ് നാട്? പറപ്പൂര്. പാട്ട് പാടൂ. ചെറുതായിട്ട്. വെരി ഗുഡ്. ഒരു രണ്ടുപേരും വെരി ഗുഡ്. അതാണ് പോകേണ്ടത്. എനിക്ക് ഏറ്റവും ഭക്തിയുള്ള ഒരാളാണ്. ആരാധന 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 എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന ഗീതം പാടാം ആ തിരുനാമത്തെ വാഴ്ത്താം ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. സൂപ്പറായിട്ട് പാടി. അടിപൊളി. റെഡി ആക്ഷൻ. തമ്പിസാറ് പലവട്ടം വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കുടിച്ചു പോയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിന്റെ അച്ഛന് കുടിപ്പിച്ച് കിടത്താന്നുള്ള നിങ്ങളെ കോൺട്രാക്ട് വല്ലതും ഉണ്ടോ? പെണ്ണിന്റെ അച്ഛനോ മണവാളച്ചക്കനെ വരെ കുളിപ്പിച്ചു കിടത്തിയ ചരിത്രം ഇവിടെ ഉണ്ട്. ഇവിടെ ഏത് ഐറ്റം വേണമെങ്കിലും പോവും. ഒരു കുട്ടിയുടെ ജനനം, 28, അതിന്റെ ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, കള്ളു കുടിച്ച പാർട്ടി, കള്ളു കുടിച്ചിട്ട് കണ്ണു കാണാത്തത് അതിന്റെ പാർട്ടി, പിന്നെ 16 ശ്രാദ്ധം. ഇവിടെ ശ്രാദ്ധം. അയ്യോ കാക്കയാണ്. അതാണ് മസ്റ്റ്. അടിപൊളി. പറഞ്ഞു 16 എന്തോ ശ്രാദ്ധം. ഇവിടെ ഏത് ഐറ്റം വരെ പോകും എന്റെ മോളെ. അടിപൊളി. ശരി സാർ. ഡയലോഗിന്റെ ഫസ്റ്റ് പറ. എന്ത് ഡയലോഗിന്റെ ഫസ്റ്റ് പറയണോ? ഞാൻ പറയണോ? ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരം പറഞ്ഞാൽ പേരെന്താണ്? സൈബിൾ. സൈബിൾ. എവിടെയാണ് നാട്? മംഗലം, വടക്കാഞ്ചേരി. ഓക്കെ. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ. ഓക്കെ. ആക്ഷൻ. എടാ തമ്പി സാർ പലവട്ടം പറഞ്ഞ കല്യാണത്തിന് എടാ തമ്പി സാർ പലവട്ടം പറഞ്ഞ കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പൂലെന്ന്. എടാ തമ്പി സാർ പലവട്ടം പറഞ്ഞ കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പൂലെന്ന്. കേട്ടോ ചിലരുണ്ട് കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. പറഞ്ഞപ്പോ പാം അദ്ദേഹം കഴിച്ചത്. അതെ. അപ്പൊ ഈ പെണ്ണിന്റെ അച്ഛനെയും നിങ്ങൾ കുടിപ്പിച്ച് കിടത്താതെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനും മണവാള ചെക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഏത് ഐറ്റവും എടുക്കും മോളെ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ടുപോയി അതിന്റെ പാർട്ടി, 16 അടിയന്തരം ശ്രദ്ധാം കാക്ക. അങ്ങനെ ഒരു മനുഷ്യാസിന്റെ മുഴുവൻ കോൺട്രാക്ടുകളും എടുക്കും ഈ കല്യാണരാമൻ.
പേരെന്താണ്? ലക്ഷ്മി. ലക്ഷ്മി. എവിടെ, നാട് എവിടെയാണ്? തൃശ്ശൂരിനെ പുതുക്കാട്. ഏതിനാ പഠിക്കുന്നത്? ഫാഷൻ ഡിസൈൻ. റെഡി, ആക്ഷൻ. അതെ, തമ്പി സാർ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. പിന്നെ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോ ആള് കുറച്ച് കഴിച്ചു പോയി. ആണോ? പെണ്ണിന്റെ അച്ഛനെ നിങ്ങൾ കുളിപ്പിച്ച് കിടത്താൻ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനോ മണവാളച്ചക്കനെ വരെ കുളിപ്പിച്ചെടുത്തു ഞങ്ങള്. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഇവിടെ ഏത് ഐറ്റവും പോവും. ഒരു കുട്ടിയുടെ ജനനം, 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ടുപോയതിന്റെ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. വരുന്നതാരാ? KG മാർക്കോസ് അല്ലേ? ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുഴുവൻ കോൺട്രാക്റ്റും ഏറ്റെടുക്കും. അതാണ് ഈ കല്യാണരാമൻ. പേരുമണി പണിമണലുപണി പറഞ്ഞു. പേരുമണി പണി മണലുപണി. നിർത്താം, 3 വർഷം പെട്ടെന്ന് പറയാം. പേരുമണി പണി മണലുപണി, പേരുമണി പണി മണലുപണി, പേരുമണി പണി മണലുപണി. അടിപൊളി, സൂപ്പർ. ഞാൻ പോകുന്നു. ബൈ ബൈ. അപ്പോൾ ഈ കോളേജിന്റെ ഒരു ഫാക്കൽറ്റിയെ ഞാൻ വിളിക്കുകയാണ്. ബൽക്കിസ്, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അപ്പോൾ ഈ കോളേജിനെ കുറിച്ച് ബൽക്കിസ് ഒരു 2 വാക്ക് ഓഡിയൻസിന്. നമ്മൾ ഡ്രീംസ് കോളേജ് എന്ന് പറയുമ്പോൾ 25 ഇയേഴ്സ് ആയിട്ട് ക്രിയേറ്റീവ് സെഗ്മെൻറ്റിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിലുപരി ദർ ഈസ് നോ ക്വാളിഫിക്കേഷൻ ഓർ ഏജ് ബാർ. നമ്മൾ ക്രിയേറ്റിവിറ്റിയെ എൻഫസൈസ് ചെയ്തുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും 100% പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ 25 വർഷമായിട്ട് തൃശ്ശൂർ റൗണ്ട് സൗത്ത് കുറുപ്പം റോഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. താങ്ക് യു. അപ്പോൾ താങ്ക് യു. ശരി. യെസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പക്ഷേ ഈ കുട്ടികളെ വിട്ട് ഞാൻ പോകുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇവരുമായിട്ട് തന്നെ കാണാം. അതുവരെയും ഗുഡ് ബൈ.